രാജസ്ഥാൻ റോയൽസിന് ഈ സീസൺ ഒരു പരാജയ സീസൺ തന്നെയായിരുന്നു. 10 മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ് റോയൽസ് ഉള്ളത്. മാത്രമല്ല ഈ സീസണിന്റെ പ്രതീക്ഷകൾ അവസാനിച്ചുവെന്ന് കോച്ചടക്കം പറയുകയുണ്ടായി. അടുത്ത സീസണിലേക്കുള്ള കാത്തിരിപ്പും തയ്യാറെടുപ്പുകളുമാണ് ഇനി റോയൽസിന് ബാക്കിയായുള്ളത്. മാത്രമല്ല ചില നിർണായക മത്സരത്തിൽ മറ്റ് ടീമുകളുടെ വഴി അടയ്ക്കാനും റോയൽസിന് സാധിക്കും. മുംബൈ ഇന്ത്യൻസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ്, പഞ്ചാബ് കിങ്സ് എന്നിവരുമായാണ് രാജസ്ഥാന്റെ ശേഷിക്കുന്ന മത്സരങ്ങൾ. എന്നാൽ രാജസ്ഥാൻ പരാജയപ്പെട്ട മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടത് രാജസ്ഥാന്റെ ഫിനിഷർമാർക്കാണ്. പ്രത്യേകിച്ച് ധ്രുവ് ജുറൽ, ഷിംറോൺ ഹെറ്റ്മയർ, ശുഭം ദുബെ ഇറങ്ങിയ മത്സരങ്ങളിൽ ശുഭം ദുബെയും. ലക്നോ സൂപ്പർ ജയൻസുമായി 2 റൺസിന് തോൽവി, RCBയുമായി 11 റൺസിന് തോൽവി, ഡൽഹി ക്യാപിറ്റൽസുമായി സൂപ്പർ ഓവർ പരാജയം. ഇതെല്ലാം രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. രാജസ്ഥാന്റെ ഈ സീസണിൽ പ്രതീക്ഷകൾ അവസാനിപ്പിച്ച മത്സരമായിരുന്നു ഈ കഴിഞ്ഞുപോയ 3 ഇതിൽ ലക്നൌമായുള്ള മത്സരം ഉറപ്പായും റോയൽസ് ജയിക്കേണ്ടത് അനിവാര്യമായിരുന്നു. ആ മത്സരത്തിൽ അവസാന ഓവറിൽ ബാറ്റിംഗ് ഉഴപ്പിയത് തന്നെയാണ് മത്സരത്തിൽ ഏറെ വഴിത്തിരിവായത്. അവസാന ഓവറിൽ 9 റൺസ് വേണ്ടപ്പോഴാണ് 6 റൺസ് മാത്രമെടുത്ത് ധ്രുവ് ജുറലും ശുഭം ദുബെയും ബാറ്റ് ചെയ്തത്. അങ്ങനെ മത്സരം തോൽവിയിൽ കലാശിക്കുകയായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസുമായും സമാനമായ സാഹചര്യമാണ് സംഭവിച്ചത്. മിച്ചൽ സ്റ്റാർക്കറിന് അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടത് 9 റൺസായിരുന്നു. എന്നാൽ ആ ഓവറിൽ 8 റൺസ് മാത്രമേ റോയൽസ് നേടിയുള്ളൂ. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ റോയൽസിന്റെ ബാറ്റിംഗ് നിരയെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കേണ്ടത്. മികച്ച ബോളറുടെ അഭാവം മറികടക്കാൻ തക്ക കെൽപ്പുള്ള ബാറ്റർമാർ ടീമിലുണ്ടായിരുന്നു. പ്രധാനമായും സഞ്ജു സാംസൺ, ജയ്സ്വാൾ, ഫോമാണെങ്കിൽ റിയാൻ പരാഗ്, ഒരു പരിധിവരെ വൈഭവ് സൂര്യവംശി തുടങ്ങിയ താരങ്ങളിൽ വലിയ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. മാത്രമല്ല സഞ്ജു സാംസന്റെ ഫോമും ഫിറ്റ്നസും മത്സരത്തിൽ ഉടനീളം ചർച്ചയായി. റിയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസിയിലാണ് ആദ്യ മത്സരം പരാജയപ്പെട്ടത്. ആ മത്സരത്തിൽ ബാറ്ററായി മാത്രമേ സഞ്ജു ഉണ്ടായിരുന്നുള്ളൂ. മോശം ഫോമിലുള്ള ഹൈദരാബാദിനെ കൊണ്ട് അത്രയും റൺസ് അടുപ്പിച്ചു എന്നുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് ശക്തമായിരുന്നു. അങ്ങനെ നിരവധി കാരണങ്ങളാണ് റോയൽസിന് ഈ സീസണെ മുന്നോടിയായി പറയേണ്ടത്. പ്രധാന താരങ്ങളുടെ റിലീസും മികച്ച താരങ്ങളെ ലേലത്തിലെടുക്കാതിരുന്നതുമെല്ലാം വലിയ രീതിയിൽ വിമർശനങ്ങളായി. അടുത്ത സീസണിൽ വലിയ പ്രതീക്ഷയോടുകൂടെ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് റോയൽസ് ഉള്ളത്.